കോഴിക്കോട് ജില്ലയിലെ മാവൂർ എന്ന സ്ഥലത്താണ്. ഇവിടെ മോട്ടർ കുടുങ്ങിയെന്ന് പറഞ്ഞ് ക്ലയൻറ്റ് വിളിച്ച സമയത്ത് ഞങ്ങൾ വർക്ക് ഏറ്റെടുത്തിട്ട് ചെയ്യാൻ വേണ്ടി പോയ സമയത്ത് ഇവിടെ വേറെ ഏതോ ടീം വന്നിട്ട് പൈപ്പൊക്കെ വലിച്ചിട്ടുണ്ടായിരുന്നു. പൈപ്പിന് ചില ഡാമേജൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാം സെറ്റാക്കി വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അതായത് ഇതുപോലെ തന്നെ പൈപ്പ് ഡാമേജ് വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് അടിഭാഗത്തേക്ക് വലിച്ചിട്ട് താത്തി വെച്ച രൂപത്തിലായിരുന്നു. ആ ഡാമേജ് പൊങ്ങി വന്ന സമയത്ത് ഡാമേജ് പുറത്ത് കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഏകദേശം 360 അടി ബോറാണ്. അതിൽ ടൂൾ ഇറക്കി വെച്ച് ലൂസാക്കിയതിന് ശേഷം പൈപ്പ് ഓരോന്നായിട്ട് നമ്മൾ ടൂൾ ഓരോന്നായിട്ട് റിമൂവ് ചെയ്ത് മോട്ടർ വളരെ ഭംഗിയായിട്ട് പുറത്തെടുത്തിട്ടുണ്ട്. ഈ ചെറിയ കല്ലിൽ ഏകദേശം ഒരു 340 അടീൻ്റെ താഴത്തേക്ക് ചെറിയ ബോളേഴ്സാണ് ഉണ്ടായിരുന്നത്. ചെറിയ മെറ്റൽ പോലത്തെ കറുത്ത കല്ലാണ്. പക്ഷെ അതിൽ വെള്ളം ഭയങ്കര ഫോഴ്സുള്ള ഉറവ് കിട്ടിയിട്ടുണ്ടെന്നാണ് ക്ലയൻറ്റ് പറഞ്ഞത്. 2000-3000 ലിറ്റർ ഒറ്റയടിക്ക് അടിച്ചു പോയിരുന്ന ബോർവെല്ലാണ്. നമ്മൾ ഏകദേശം ഈ മോട്ടർ ഫിറ്റാക്കണ സമയത്ത് ഹോസ് കോളറും മോട്ടറുമായിട്ട് ഒരു ചെമ്പ് കമ്പിൻ്റെ കണക്ഷൻ കൊടുക്കണം. കാരണം എന്താ വെച്ചാൽ ഹോസ് കോളറിൻ്റെ ബെൽഡിങ് വിട്ട് പൊട്ടണ ഒരു പ്രവണത കാണാറുണ്ട് ചില മോട്ടറുകൾക്ക്. അതുപോലൊക്കെ ആകുമ്പോൾ മോട്ടർ മാത്രം അവിടെ ആയിപ്പോവും. ഇതിന് അങ്ങനെ ഒരു സംഭവം ചെയ്തിട്ടില്ല. ഇതുപോലെ കല്ലൊക്കെ വന്നിട്ട് അതിൻ്റെ ഫിൽറ്ററിനൊക്കെ കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട്. ഈ കല്ലായിരുന്നു. ഒരുപാട് കല്ലുണ്ടായിരുന്നു. 340 താഴത്തേക്ക് മുകളിൽ